ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം എനിക്കും മോനുമൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ നോമ്പിനാണല്ലോ വീഡിയോ ഇട്ടത്. എല്ലാവരും ഇപ്പോൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നോർമൽ റൊട്ടീനിലേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ നോമ്പിനാണല്ലോ വീഡിയോ ഒക്കെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോമ്പിന് കൂടുതൽ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ പറ്റിയിട്ടില്ല. നോമ്പ് 25 മുതൽ എടുത്തിട്ടുള്ള വീഡിയോ, പിന്നെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും പെരുന്നാളിനുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. അപ്പോൾ എടുത്തു വെച്ച വീഡിയോ ഇടാതെ ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാനും തോന്നിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ മേലെ ഒരു റൂം റെഡിയാക്കുന്നുണ്ട് മക്കൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. എല്ലാ റൂമും സെറ്റാക്കുന്നില്ല കേട്ടോ, ഒരു റൂം മാത്രം. അപ്പോൾ രാവിലെ പണിക്കാർ വരുന്നതിൻ്റെ മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അവർ ഫസ്റ്റ് ഡേ അലമാര സെറ്റാക്കി ചെറുനേരം പണി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പണി എന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് ഫുള്ളായിട്ട് എല്ലാ പണിയും തീർത്ത് അങ്ങനെ കൂടിയിരുന്നതല്ല. നമ്മൾ കുറേശ്ശെ ആവുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തതാണ്. ബഡ്ജറ്റ് ഒക്കുന്നതിനനുസരിച്ച് അങ്ങനെ ഓരോ ഭാഗങ്ങളും അങ്ങനെ തീർത്ത് ചെയ്തിട്ടുള്ളതാണ്. തറവാട് വീടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം പൊളിച്ച് ജസ്റ്റ് അടുക്കള മാത്രം നിർത്തി അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് പുതിയ വീട്ടിലേക്ക് മാറി വേണം. അങ്ങനെ ആദ്യം ഒരു നില ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 3-3.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് എടുത്തത്. ഇപ്പോൾ മുകളിലെ പണി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. തൽക്കാലം ഇപ്പം ഒരു റൂം റെഡിയാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി റൂംസൊക്കെ പിന്നീട് ഇൻഷാ അല്ലാ ചെയ്യണം. ഇത് മൾട്ടിവുഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അലമാരയും അതുപോലെ കട്ടിലും. താഴെ ഇവിടുന്ന് ഈ പോർച്ചിൽ നിന്നാണ് കേട്ടോ പീസാക്കി കൊണ്ടുപോകുന്നത്. നല്ല പൊടിയുണ്ട്. ഈ ഒരു പൊടി കാരണം തന്നെ ചെറിയ മോന് കഫക്കെട്ടും അലർജിയൊക്കെ ആയിട്ട് ഒക്കെ കൂടി. പിന്നെ ആ ഒരു ചെറിയ കുട്ടിക്ക് അസുഖമായ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം കറക്റ്റ് നടക്കൂല. അങ്ങനെ അന്നത്തെ ദിവസം നോമ്പ് തുറക്കാനായി. ചിക്കൻ കറിയും കുറച്ച് പത്തിരി ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയപ്പോൾ സമൂസയും പൊറാട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി. പിന്നെ അടുത്ത ദിവസം നോമ്പ് തുറക്കാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ റൈസ് നെയ്ച്ചോറാക്കി വെച്ചിട്ട് അങ്ങനെ പിന്നെ ദമ്മിട്ടൊക്കെയാണ്. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് മോനെ പഴം പൊരിക്കണം എന്ന് പറഞ്ഞത്. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയൊക്കെ വിശേഷം ഇടുന്ന യൂട്യൂബർ ഞാൻ മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തതല്ലേ എന്നുള്ള ഇതിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. മൈദയും അരിപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് അതിലേക്കൊരു മുട്ട ചേർക്കുന്നുണ്ട്. നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല, മുട്ടയാണ് ചേർക്കുന്നത്. ഇത് റെസ്റ്റിനും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ആക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മാവിൽ മുക്കി പൊരിക്കുന്നുണ്ട്. പിന്നെ പഴംപൊരിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ആയിട്ട് ഇവിടെ മെയിൻ ഉപ്പയായിരുന്നു കേട്ടോ. ഉപ്പ നല്ല അടിപൊളി ഹോട്ടൽ സ്റ്റൈലിൽ, അത് മുമ്പ് ഉപ്പ ഹോട്ടലിലായിരുന്നു അബുദാബി അങ്ങനെയൊക്കെ. പിന്നെ നാട്ടിൽ വന്നിട്ടും ചായപ്പീടിയൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് കടികൾ ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വന്ന ഉടനെയൊക്കെ ആയിട്ട് അത് സ്റ്റോപ്പായിട്ടുണ്ട്. ഉപ്പ ഇടയ്ക്ക് ഇങ്ങനെ പഴംപൊരിയും പൊറാട്ടയും അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പാങ്ക് കൊടുക്കുന്നുണ്ട്. നോമ്പ് തുറക്കാൻ സമയമായി. ഇന്ന് മാംഗോ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് എൻ്റെ പണിയല്ല. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇക്ക ഉണ്ടാക്കും. ഇക്കല്ലെങ്കിൽ മോനോ അങ്ങനെയൊക്കെ ആയിട്ട് ജ്യൂസ് റെഡിയാക്കാൻ ആളുണ്ടാവും. പിന്നെ നോമ്പ് സമയത്ത് ഇന്നും ഉണ്ടാവുന്ന ഒരേ ഒരു ഫ്രൂട്ടാണ് വത്തക്ക. അതെന്തായാലും മസ്റ്റായിട്ടും ഉണ്ടാവും. അങ്ങനെ ഞാൻ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് മോനെ അവിടെ മെല്ലെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോയി. അപ്പോൾ അവന് കാണാതെ മെല്ലെ അങ്ങനെ എസ്കേപ്പ് ആവണം. അങ്ങനെ നിസ്കാര ശേഷം ഖുർആൻ ഓതി. പിന്നെ കുട്ടികളുണ്ടാവുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു അവർ കരച്ചിലൊന്നും ഇല്ലാതെ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും നമുക്ക്. ഡെയിലി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ ഞാൻ ഈ ഒരു ടൈമിലാണ് ഓതുന്നത്, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. അതിന് ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ കിടക്കുന്ന സമയത്ത് ഞാൻ ഫോണിൽ ഖുർആൻ പാരായണത്തിൻ്റെ ഓഡിയോ വെക്കും. അത് കേട്ടിട്ടാണ് അതിൻ്റെ കൂടെ അങ്ങനെ ഓതാറാണ്. പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചു.
എനിക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ പിന്നെ നിസ്കാരം ഓത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞ സാവധാനത്തിലാണ് കഴിക്കാറ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇക്ക പള്ളിയിൽ നിന്ന് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. മഞ്ചേരി ഹെയ്ദിക്കാണ് ആദ്യം പോയത്. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. എന്താണെന്നറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഡ്രസ്സ് എടുക്കാൻ ഞാൻ പോയിട്ടില്ല. അത്രയും ഞാൻ തിരഞ്ഞ് എല്ലായിടത്തും ഒരേ പാറ്റേണും മോഡലും അങ്ങനെ ആയിട്ട് എനിക്ക് ഈ ഒരു കട മാത്രമല്ല കേട്ടോ, ഒരുപാട് കടയിൽ മഞ്ചേരി തന്നെ ഒരുവിധ എല്ലാ കടയിലും കയറിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം എനിക്ക് മഞ്ചേരിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രസ്സ് എടുക്കലിൻ്റെ ആ ഒരു ഇതങ്ങനെയായിരുന്നു. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഡ്രസ്സ് എടുക്കൽ ഉണ്ടായിട്ടില്ല. ഒരു 3-4 ദിവസം ഇതിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടലുണ്ട്. കുട്ടികൾക്ക് ആദ്യം തന്നെ എടുത്തു വെച്ചതുകൊണ്ട് അത് നല്ലൊരു ആശ്വാസമായി. എല്ലാവർക്കും ഒരുമിച്ച് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ നല്ലോണം ക്ഷീണിക്കും. അങ്ങനെ ആ ഒരു ഏരിയയിൽ ഒരുവിധം കടയിലൊക്കെ കയറി ഇറങ്ങി. അന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ദിവസം നമ്മുടെ റൂമിൻ്റെ പണി, കട്ടിലും അലമാരി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പിറ്റേ ദിവസം പകലാണ് ഇറങ്ങിയത്. നമ്മൾ രാത്രിയിൽ തറാവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ലേറ്റ് ആവും. അങ്ങനെ ആവുമ്പോൾ പിന്നെ കടകളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു ടൈം ആവുമല്ലോ. പിന്നെ നോമ്പ് നോറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് രാത്രിയിൽ ഇറങ്ങിയത്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ടൈം കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം പകലിറങ്ങി നോക്കി. അന്ന് നമ്മൾ കോഴിക്കോടാണ് പോയിട്ടുള്ളത്. ഇവിടേക്കൊന്നും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ സാധാരണ അങ്ങനെ വരാറൊന്നുമില്ല. പിന്നെ എൻ്റെ അനിയത്തിയെ ഹോസ്റ്റലിലാക്കാനുണ്ട്, അങ്ങനെ പോന്നതാണ് അവളെയും കൂട്ടിയിട്ട്. പിന്നെ ളുഹർ ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ പള്ളി അന്വേഷിച്ചു. പള്ളി അടുത്തൊന്നും കാണാത്തപ്പോൾ ഫോക്കസ് മാളിലേക്ക് കയറി. ഇവിടെ നിസ്കരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ ഏത് മാളിലായാലും ഹോസ്പിറ്റലിലും ഒക്കെ നിസ്കരിക്കാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് അൽഹംദുലില്ലാ നല്ല റാഹത്താണ്. അങ്ങനെ നിസ്കാരം കളാക്കി പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ ഫോക്കസ് മാളിൽ തന്നെ അസർ നിസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ കോഴിക്കോട് ഒരുവിധം പൊട്ടികളൊക്കെ നോക്കിയിട്ടും എനിക്ക് പറ്റിയത് കിട്ടിയില്ല. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും നോമ്പ് തുറക്കാൻ നമ്മൾ അങ്ങനെ ബീച്ച് സൈഡിലും ഒരുവിധം റെസ്റ്റോറൻറ്റിലൊക്കെ വിളിച്ച് നോക്കി. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ അന്നത്തെ ദിവസം നമുക്കവിടെ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ലുലു മാൾക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്. അവർ രണ്ടാളും കൂടെ പോന്നിട്ടുണ്ട്. ഒരാളെ ഹോസ്റ്റലിൽ കാക്കാനുള്ളതാണ്. അവൾ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ആക്കി. പിന്നെ ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ മുകളിൽ ഫുഡ് കോർട്ടിലാണ് കയറിയത്. ഇവിടുന്ന് ജ്യൂസിന് ഓർഡർ കൊടുത്തു. പിന്നെ മോന് ഇക്ക എടുക്കാത്തതിനാട്ടോ കരയുന്നത്. പിന്നെ റമദാനായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ എത്തി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജ്യൂസും സ്നാക്സേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടുന്ന് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ്, പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. മുകളിൽ ഒരു റൂമേ പണി നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. താഴെയൊക്കെ നല്ല പൊടിയാവുന്നുണ്ട്. ഈ ഒരു മൾട്ടിവുഡിൻ്റെ പൊടി, ഒരു വൈറ്റ് പൊടി നല്ലോണം ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിൽ ആണ് ക്ലീൻ ചെയ്യൽ. ഇപ്പോൾ പകൽ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. പണിക്കാർ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നതും ഈ ഒരു പീസാക്കിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇതിലെ ഫ്രണ്ടിലൂടെയാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ അകലെല്ലാം ഒന്ന് തുടച്ചെടുക്കും. മറ്റത് മോനിങ്ങനെ നടക്കുന്നതും മുട്ടുത്തുന്നതൊക്കെ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ നല്ലോണം ഒരു വൈറ്റ് പൊടിയുണ്ട്.
ഇപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ സമയമാണ്. പിന്നെ പെരുന്നാളാവുമ്പോഴേക്ക് തന്നെ മുകൾ ഭാഗം പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിക്കാരും ഉണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വീട് മൊത്തം പണിക്കാരും പൊടിയും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. പെരുന്നാളാവുമ്പോഴേക്കും മൊത്തം ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നിലക്കൊന്ന് തുടച്ചെടുത്തു. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലൊരു ഫുഡിൻ്റെ റീല് കണ്ടിട്ടാണ് പോകുന്നത്, അരീക്കോടുള്ള ഫുഡ് കോർട്ടിലേക്ക്. ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് ഒരു ഭാഗം ഫുള്ള് പല വെറൈറ്റി ഫുഡുകളും കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഒരു അരമണിക്കൂർ റണ്ണിങ്ങേ ഉള്ളൂ. രാത്രി ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, അത്രക്കും ആളുകളാണ്. ഞങ്ങൾ ഈ സീ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വന്നത്. ആ സമയത്ത് ഇതിനൊരു ഓഫർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ആവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ്. പിന്നെ കുട്ടികളെ കൊണ്ടുപോന്നാലും അവർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോറടിക്കൂല. അങ്ങനെ സീ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയം ഒരു കുനാഫയ്ക്ക് ഓർഡർ ചെയ്തു. അത് എത്തിയതറിഞ്ഞില്ല, അപ്പോഴേക്കും തീർന്നു. അപ്പോൾ പിന്നെ അടുത്തതൊന്നും കൂടെ ഓർഡർ ചെയ്തു. കുട്ടികളായാലും വലിയവരായാലും കുനാഫ ലവേഴ്സാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വന്നു ബക്കറ്റ് സീ ഫുഡ്. ഇത് ഞണ്ട്, കൂന്തൾ, ചെമ്മീൻ അങ്ങനെയൊക്കെ. ഇത് കുറച്ച് മുന്നേ ഒരു ഫേമസ് ഐറ്റം ആയിരുന്നു. അന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ച് സ്പൈസി ആയിരുന്നു. മക്കൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ ഐറ്റം ഫുഡുകളും നല്ല ടേസ്റ്റും ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ്. ഉമ്മക്കും ഉപ്പക്കൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഉമ്മക്ക് പർദ്ദയൊക്കെ എടുത്ത സമയത്ത് മഞ്ചേരി കസവിലേക്കാണ് പോയത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് കിട്ടി. എനിക്ക് ഡ്രസ്സ് അവിടെ നിന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചേ പോയതല്ല, ഡിസ്പ്ലേക്ക് വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടു, അതെടുത്തു. അപ്പോൾ കിട്ടാൻ വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ. നമ്മൾ കുറേ തിരഞ്ഞ് അലഞ്ഞ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ വാമിന്ന് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവർക്കും ഇതിനുള്ള ഡ്രസ്സായി. പിന്നെ മോന് ഫുഡ് കഴിക്കാതെ പോകുന്നത്. അപ്പോൾ അവനെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിൽ മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഒരു പിന്നെ പോരുമ്പോൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ കയറി നോക്കി. ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. കാറ് പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലമല്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അടുത്ത ദിവസം വരാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു. അന്നത്തെ ദിവസം എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് നോമ്പ് തുറക്കാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിലുള്ള ഉപ്പയും ഞങ്ങൾ മാത്രം. അപ്പോൾ ഞങ്ങൾ മഞ്ചേരി പോയി വന്നതിന് ശേഷം പിന്നെ ഉപ്പനെയും ഉമ്മനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അങ്ങനെ അവിടുന്ന് നോമ്പ് തുറന്ന് ഇറങ്ങി ഒരു ഇശാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ മുകളിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് മുകളിലത്തെ അവസ്ഥ ഇതാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പിറ്റേന്ന് പെരുന്നാളാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ ഒരു സമയത്ത് ഇറങ്ങിയത് പിറ്റേ ദിവസം പകൽ നമുക്ക് തീരെ ടൈം കിട്ടൂല. പെരുന്നാളിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരുക്കലും മെഹന്തി ഇടലും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ബിസി ആകും. പിന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. എത്ര തിരക്കേറിയ ദിവസങ്ങളാണെങ്കിലും നമ്മൾ ഇബാദത്തിന് സമയം കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ ഇതാണ് കട്ടിൽ റെഡിയാക്കിയത്. അലമാരയും ഒക്കെ
സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ആൻഡ് വുഡ് കളർ തീമിലാണ് ഗ്രൂം സെറ്റാക്കിയിട്ടുള്ളത്. 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണെന്ന് ഖുർആൻ പറഞ്ഞ രാത്രികളാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് നോക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ 4 വിഭാഗം ജനങ്ങളെ ഇതിൽ നിന്നെല്ലാം അള്ളാഹു മാറ്റി നിർത്തും. അത്തരക്കാരാരാണെന്ന് നമുക്ക് നോക്കാം. 1, ലഹരി ഉപയോഗം പതിവാക്കിയവരാണ്, അതായത് ലഹരിക്ക് അടിമപ്പെട്ടവർ. 2, മാതാപിതാക്കളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടാക്കുന്നവർ. 3 വിഭാഗം കുടുംബ ബന്ധം മുറിക്കുന്നവരാണവർ. 4, തൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിനോട് പിണങ്ങി നിൽക്കുകയും അവരോട് പകയും അസൂയയും വിദ്വേഷമൊക്കെ വെച്ച് നടക്കുന്നവർ. പിന്നെ ഞാൻ ഇത്തരം തിരക്ക് പിടിച്ച പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഫോണിൽ ഖുർആൻ റെസിറ്റേഷൻ വെക്കും. അത് കേട്ടിട്ടാണ് എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണമാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടിരിക്കാൻ. അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് ചൊല്ലാം. അങ്ങനെ പണി പെട്ടെന്ന് തീർന്ന പോലെയും തോന്നും. നമുക്കധികം ഒരു ക്ഷീണം തോന്നൂല. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഖുർആൻ നമ്മുടെ കയ്യിൽ പിടിച്ച് ഓതുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ പോലും കൂലിയാണല്ലോ. അപ്പോൾ എന്തായാലും ഖുർആനിൽ നമ്മൾ കൈകൊണ്ട് ചുമക്കുന്നതും ഖുർആനിലേക്ക് നോക്കുന്നതും ഖുർആൻ ഓതുന്നതൊക്കെ വളരെ പുണ്യമുള്ളതാണ്. പിന്നെ എനിക്ക് റമദാനിലെ ആദ്യത്തിലും ലാസ്റ്റിക്കും നോമ്പ് പോയിട്ടുണ്ട്. ഇപ്പോൾ പീരിയഡ്സിൻ്റെ ടൈമാണ്. ഫോണിൽ ഖുർആൻ ഓതി കേൾക്കുകയും അതിനൊപ്പം ചൊല്ലുകയും അതുപോലെ ദിക്ർ സ്വലാത്തൊക്കെ അധികരിപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് വീട്ടിലെ പണിയും ഇബാദത്തും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ പീരിയഡ്സ് ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ, കാണാത്തവർക്ക് വേണ്ടി. പിന്നെ വീട്ടിലെ പണികൾ ചെയ്താലും നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. നല്ലൊരു നിയ്യത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിന് പ്രതിഫലം കിട്ടും. ഏതൊരു പ്രവൃത്തിക്കും നിയ്യത്ത് അത് അത്യാവശ്യമുള്ള കാര്യമാണ്. റബ്ബിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു നിയ്യത്തോടു കൂടെ നമ്മൾ ഏതൊരു കാര്യമായാലും നല്ല നിയ്യത്തോടു കൂടെ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. ഇതിനെ ബാക്കി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.